ഇവിടെ കണ്ടോ, സി മുറിഞ്ഞു മുറിഞ്ഞു. ഹലോ മലയാളീസ്, ഇന്ന് ആക്ച്വലി ഞാൻ വന്നത് 2 ടൈപ്സ് ഓഫ് വാക്കിംഗ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ മോർണിംഗ് വാക്കിംഗ് ഉണ്ടല്ലോ, മോർണിംഗ് വാക്കിംഗ്. ഡ്രസ്സ് കാണും, ഷോർട്സും നോർമൽ ചപ്പലിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നോർമൽ ചപ്പൽ. ഇത് 2 ടൈപ്പ് ഓഫ് വാക്കിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്നെന്ന് പറയുന്നത് മോർണിംഗ് വാക്ക്, രണ്ടാമത്തത് ലേസി വാക്ക്. നമ്മുടെ മൈൻഡിന് കാം ആവാൻ, റിലാക്സ് ആവാൻ വേണ്ടി നമ്മൾ നടക്കുന്നത്, അതിനെയാണ് നമ്മൾ ലേസി വാക്ക് എന്ന് പറയുന്നത്. ഈവനിങ് ആണ്, പൂളിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഐ ഡോണ്ട് നോ, ലെറ്റ് മീ ആസ്ക്. അവർ ചോദിച്ചു പോകണം, പൂളിപ്പോൾ അവർ ക്ലോസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ ഇരിക്കും, കാല് വെള്ളത്തിലിട്ടിട്ട് ഇരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. സോ യൂഷ്വലി ഞാനത് ചെയ്യാറുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും, ഡിസഗ്രിമെന്റ് തോന്നുന്ന ചില പോയിന്റ് ഓഫ് വ്യൂകൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങളിൽ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ തന്നെ എങ്ങനെ ഹീൽ ചെയ്യാന്നുള്ളതായിരുന്നു. അത് ഈ പറയുന്നത് പോലെ ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോകുമ്പോൾ അതെന്നെ കുറച്ചൊന്ന് കാമാക്കാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. രണ്ടാമത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എന്നെ കാമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലേസി വാക്കാണ്. ഇതുപോലെ ഈവനിങ് ആകുമ്പോൾ അങ്ങ് നടക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ നോർമലി യൂഷ്വലി ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടല്ല വരാം, ഷോർട്സും നോർമൽ സ്ലിപ്പറും അങ്ങനത്തെ ഒരു ഡ്രസ്സല്ല ഇടുന്നത്. മോർണിംഗ് വാക്ക് ആണെങ്കിൽ പ്രോപ്പർ മോർണിംഗ് വാക്ക് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ഡ്രസ്സിൽ തന്നെ ഞാൻ വരും. അല്ലാത്ത പക്ഷം എന്താണ് എനിക്ക് കംഫർട്ടബിൾ തരുന്നത്, ഏത് കോസ്റ്റ്യൂമാണ് എനിക്ക് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അതാണ് ഞാൻ വെയർ ചെയ്യുന്നത്. പിന്നെ ഈവനിങ് എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി ഒരുപാട് പേര് ഇവിടെ കാണും. കാരണം കുട്ടികൾക്കൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന ടൈമല്ലേ, അപ്പോൾ അവരെല്ലാവരും റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ പാർക്കിലായിരിക്കും. ഈ പറയുന്ന ഞാനും ഈവനിങ്ങും ഈ പറയുന്ന ക്ലൈമറ്റ് കാരണം നമ്മൾ മോർണിംഗും ഈവനിങ്ങും ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓക്കെ, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക, അവരവരെ കാര്യം ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ദേഷ്യം, വാശി, അസൂയ, ഈ പറയുന്ന വികാരങ്ങൾ ഒരിക്കലും എനിക്ക് ഉണ്ടാകരുത് എന്നൊരു 8th ഒക്കെ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ കയറിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഞാൻ പഠിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും തന്നെയാണ്. അത് അവരെനിക്ക് പറഞ്ഞു തന്നതല്ല, അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം അവരെന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ദേഷ്യം വളരെ കുറവായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്, വാശികളില്ല, എല്ലാത്തിലും ഒരു വിട്ടുകൊടുക്കൽ ആവശ്യമാണെങ്കിൽ വിട്ടുകൊടുക്കേണ്ടിടത്ത് വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവരുടെ ഡിസിഷൻസ് ആണ് എന്നെ ഈ പറയുന്നത് പോലെ ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. പിന്നെയാണ് ഇതൊക്കെ ഈ വികാരങ്ങളെയാണ് അവര് ശരിക്കും പറഞ്ഞാല് മാറ്റിവെച്ചതല്ലേ എന്നെനിക്ക് മനസ്സിലായത്. ലൈഫില് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവരോട് എല്ലാം ചൂടായി തന്നെ പറയണമെന്നില്ല. അപ്പോ ആ സിറ്റുവേഷൻസിൽ നമുക്ക് അവര് പറയുമ്പോൾ അവര് ദേഷ്യത്തിലാണെങ്കിൽ നമ്മൾ കുറച്ച് അവർക്ക് സമയം കൊടുത്തിട്ട് നമ്മൾ പുറത്തു പോയി ഒരു ലേസി വാക്ക് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് പോയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മൾ മൈൻഡിനെ കാം ആക്കിയതിനു ശേഷം നമ്മൾ തിരിച്ചു പോയി അവരോട് സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. ഹീറ്റ് ഓഫ് ദി മൊമെന്റ് എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം തെറ്റാണെങ്കിൽ അത് തിരുത്താൻ ഞാൻ ഒരു 1 വീക്ക് എടുക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തതിന് ശേഷം ഞാൻ അത് തിരുത്താനായിട്ട് തുടങ്ങി. സോ നടക്കുന്നത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിപ്പോ കൂട്ടത്തോടെ നടക്കും, ഫാമിലിയോടെ നടക്കും, ഒറ്റയ്ക്ക് നടക്കും. ക്രിസ്മസിന്റെ ആ ഡേയില് ഇവിടെ പ്രോഗ്രാമിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തായിരുന്നു. ആ ദിവസം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടായിരുന്നില്ല, ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല.
ഇത് ഫ്ലാറ്റിന് താഴെയുള്ള ചെറിയൊരു പുൽക്കൂട്. സോ ബ്യൂട്ടിഫുൾ, ലൈക്ക് ഇറ്റ്. ചെറിയ ചെറിയ ഡെക്കറേഷൻസും ചെയ്തിട്ടുണ്ട് കേട്ടോ. ലേസി വോക്ക് നടക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ജീവിതം വളരെ ചെറുതാണ്, ദിവസങ്ങൾ വളരെ എണ്ണപ്പെട്ടതാണ്. അതിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നമ്മളൊരു ചെറിയൊരു ദേഷ്യമോ ഈഗോയോ എന്തെങ്കിലും ഒരു ചെറിയ ജലസ് കാരണമോ നമ്മൾ അവരുടെ അടുത്ത് മിണ്ടാതിരിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് ലൈഫ് ലോങ് നഷ്ടപ്പെടും. പിന്നെ മരണപ്പെട്ടതിന് ശേഷം മാത്രം നമ്മൾ മേളിൽ പോയിരുന്നിട്ട് ഓ അന്ന് ഞാൻ ചെയ്തത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നതും, ഇനി ഒരിക്കലും നമുക്ക് അവരുടെ അടുത്ത് മിണ്ടാൻ കഴിയില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഓ അതന്ന് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നരുത് എന്നെനിക്കൊരു തോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലേസി വോക്ക് നടക്കുമ്പോഴാണ് ഞാൻ അവരും ഞാനും, ഇപ്പൊ എൻ്റെ വീട്ടിലെ കാര്യമാണെങ്കിൽ ഞാൻ നോക്കുന്നത് ഞാനും അവരും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഇപ്പം വന്നു ആ ഒരു ആർഗ്യുമെന്റ് കാരണം അല്ലേ. അപ്പോ ആ ഡിസ്റ്റൻസ് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ലേസി വോക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും പറഞ്ഞ ചില സിറ്റുവേഷൻസിൽ നമുക്ക് അവരോടായിരിക്കും പറയേണ്ടി വരിക. എനിക്കിപ്പോൾ വീട്ടിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അവരെ അടുത്ത് സെറ്റ് ചെയ്യണം സംഭവം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ ആക്ച്വലി ഞാനിങ്ങനെ കുറച്ചു നേരം ആലോചിക്കും, ഓക്കെ ഇതെങ്ങനെ ഡീൽ ചെയ്യാം. അത് ഈ ലേസി വോക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് കുറേ സാക്രിഫൈസ് ചെയ്യാൻ തോന്നും. ഇറ്റ് മീൻസ് ഞാൻ അവിടെ ഒന്ന് ആ ടൈമിലുള്ള അവിടെ ഇപ്പോൾ സ്നേഹമാണല്ലോ നമ്മൾ പ്രകടിപ്പിക്കുന്നത്, ആ സ്നേഹം എനിക്കാണ് അവരോട് കുറച്ച് കൂടുതൽ സ്നേഹം എന്നിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും. ചേട്ടാ ചായ ആ ഒന്ന് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ആദ്യം കുറച്ച് ദിവസത്തേക്ക് അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് അവരിപ്പോൾ ഓപ്പൺ ചെയ്തത്. കാരണം ആദ്യം ഇതിന്റെ കോൺട്രാക്ട് കിട്ടിയവര് ഇവിടെ നിന്ന് മാറി, എന്നിട്ട് അത് പുതിയ ആൾക്ക് ടേക്ക് ഓവർ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പം പുതിയ അവർ വന്നപ്പോഴത്തേക്ക് എന്തായാലും ഓഫ് കോഴ്സ് അവർക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം വേണമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ₹15. भैया सेंड किया देखो. ഹായ് 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 ഹായ്, ഞാൻ തന്നെ. ചായ കിട്ടി. ഇപ്പൊ ആക്ച്വലി ടൈം വന്നിട്ട് 6 ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ. 6:18. ഏതൊരു വ്യക്തികളുമായിട്ടും എനിക്കിട്ട് ഒരു ഒപ്പീനിയൻ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് സ്പോട്ടിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സ്പോട്ടിൽ പറഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതൊരു കറക്റ്റ് കോൺവെർസേഷൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. സോ അത്തരം സാഹചര്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ആലോചിച്ചിട്ട് ആരോടാണ് സ്നേഹം കൂടുതൽ എന്നുള്ളതല്ല, അവിടെ ഒരു ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് അല്ലെ, ഒരു നെഗറ്റിവിറ്റി. അതുകൊണ്ടാണല്ലോ അവിടെ ഒരു നമുക്ക് ഡിസഗ്രിമെന്റ്സുകൾ ഉണ്ടാവുന്നത്. അപ്പം ആർക്ക് കൂടുതൽ സ്നേഹം എന്നുള്ളതല്ല, അവിടെ ഞാൻ എൻ്റെ സ്നേഹം കുറച്ചൊന്ന് കൂടുതൽ ഞാൻ അവിടെ ഒന്ന് കാണിക്കുകയും ഞാനൊന്ന് ക്ഷമയോടുകൂടി ഒന്ന് സ്നേഹത്തിന്റെ ഭാഗമായി വിട്ടുകൊടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് ഒരു പരിഹാരത്തിൽ എത്തിയിട്ടുള്ളത്. മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. മെച്ചൂരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഹായ് ബന്ധങ്ങളാണെങ്കിലും ഞാൻ ബ്രദറെന്നോ സിസ്റ്ററെന്നോ വിളിക്കുന്ന ചില ആളുകളുമായിട്ടും കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് കാരണം നമുക്ക് പാതിയിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിർത്തേണ്ടി വരും. വിഷമം വന്നാൽ പോലും നമ്മൾ ആ ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ എനിക്കത് ഹീൽ ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വോക്കായിരിക്കും നടക്കുക. അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തപോലെ തോന്നിയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാല് നമ്മൾ ചിലപ്പം ചിലടത്ത് ഫൊർഗീവ് ചെയ്യാൻ ശ്രമിച്ചാലും ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയും അത് ചെയ്യുന്നില്ലെങ്കിൽ
ഏതൊരു കമ്മ്യൂണിക്കേഷനും രണ്ട് ഭാഗത്തു നിന്നും സംസാരിക്കാൻ റെഡിയാവണം. രണ്ട് ഭാഗത്തു നിന്നും അവർ സംസാരിക്കാൻ റെഡി അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻകംപ്ലീറ്റ് തന്നെയാണ് ആ കമ്മ്യൂണിക്കേഷൻ അല്ലേ. പിന്നെ അതൊരിക്കലും നിൽക്കില്ല. രാവിലെ ഞാൻ ഈ പറയുന്ന വാക്കിംഗ് വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. സോ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും വിവാഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്പോർട്സ് മേഖലയിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ഒരു IT സെക്ടർ ജോബ് എനിക്ക് ചൂസ് ചെയ്യായിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് ഈ പറയുന്ന മീഡിയ ഇൻഡസ്ട്രിയാണ്, മോഡലിംഗ് ഇൻഡസ്ട്രിയാണ്. സോ അതിൽ എല്ലാവർക്കും ലക്ക് ഉണ്ടാവണമെന്നില്ല. ചിലവർക്ക് ലക്ക് ഉണ്ടാവും, ചിലവർക്ക് ഈ പറയുന്നത് പോലെ ഭാഗ്യം തുണയ്ക്കണം എന്നില്ല. അവർ എത്ര എഫേർട്ട് ഇട്ടാലും എത്ര ഇട്ടാലും ഈ പറയുന്നത് പോലെ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഈ പറയുന്നത് പോലെ വല്ലപ്പോഴുമാണ് വർക്ക് വരുന്നത്. സത്യമാണത്. സത്യം പറയുന്നതിൽ മടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ വല്ലപ്പോഴും വർക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും, പിന്നെ അത് കുറഞ്ഞു വന്നപ്പോൾ റെന്റ് പോലും അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പോലും ഇനി ഈ കൊച്ചിയോട് എനിക്ക് യാത്ര പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പോലും പാരൻസ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവരെ എനിക്ക് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് വന്ന് നിൽക്കുന്നതും പോകുന്നതും, അവരെന്റെ കൂടെ നിൽക്കുന്നത്. പക്ഷേ കൊച്ചി അല്ലാതെ ഓൾറെഡി ഒരു വീടുള്ളപ്പോൾ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. അതും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും പല സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു ലേസി വാക്കും ചർച്ചും തന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് വാക്ക് ആയിക്കോട്ടെ, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വ്ലോഗ് എടുക്കുമ്പോൾ ഈ ഒരു ലേസി വാക്കിനെ പറ്റി ഞാൻ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്റെ വ്ലോഗ് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ദൈവത്തിന്റെ ഒരു കൈകൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഓവർ ഭക്ത എന്ന് വെച്ചാൽ ഒരുമാതിരി ഭയങ്കര ഒരു ഭക്തയാണ് ഞാൻ. എനിക്ക് ഐ ലവ് ഗോഡ്. അപ്പോ ഞാൻ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്നില്ല, മണിക്കൂറുകളോളം ഇങ്ങനെ ഇരിക്കും. കൊതുതോ ഷോർട്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഈഗോ എന്ന് പറയുന്നത് വിഷമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളെ തകർക്കും. അത് ഫാമിലിയിലുള്ള ഒരു റിലേഷൻ ആയിട്ട് ഏത് തരത്തിലുള്ള റിലേഷൻ ആയിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ ഡിസിഷനും ഇവിടെ നിന്ന് ഹാർട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, എന്റെ മനസ്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെയിന് നമുക്ക് വർക്കിന്റെ സമയത്ത് പണിയെടുക്കാം. ഈഗോ ഇല്ലാതെ ഡിസിഷൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ അതിന് ഒരു ക്യാഷ്, നിങ്ങളുടെ അമിതമായ ക്യാഷ് ഉണ്ടാവുക, അത് പണമോ ഈ പറയുന്ന സ്റ്റാറ്റസോ ഈ പറയുന്ന യാതൊന്നും തന്നെ നിങ്ങൾക്ക് ഒരാളടുത്ത് പോയി മിണ്ടാൻ നിങ്ങളെ തടുക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും ആര് തന്നെ ആണെങ്കിലും ഈ പറയുന്നത് പോലെ ഈഗോ ഇല്ലാതെ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അവരോട് മിണ്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ പോണ്ട. നിങ്ങൾക്ക് ഒരാളോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്നതിലേക്കായി എപ്പോഴും കമ്മ്യൂണിക്കേഷൻസിൽ ഇൻവോൾവ് ആവുമായിരുന്നു. ചില സമയത്തൊന്നും ഞാൻ ഇൻവോൾവ് ആയിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ അഗ്രി ചെയ്യുന്നു, പല സമയത്തും എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. ഇപ്പൊ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും മാക്സിമം ട്രൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പൊ ഓക്കെ ഗൈസ്, ലവ് യു. ഗ്ലാസ് ഇവിടെ ഉണ്ട്, ഗ്ലാസും കൊണ്ട് കൊടുക്കണം. കുറച്ചു നേരം ഞാൻ ഇവിടെ ഇരിക്കും കേട്ടോ. ഇരുട്ടിയാ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് പരമ്പരയല്ല എടുത്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ബൈ.